നമസ്കാരം. ഞാനേ ഈ കണ്ണിമാങ്ങകളുടെ നടുവിലാ നിൽക്കുന്നത്. മനസ്സിലായോ? നോക്കി, ചുറ്റും നോക്കി, നിറച്ചും കണ്ണിമാങ്ങയാണ്. ഇത് ഇപ്പോ ഈ പരിസരത്തുള്ള തൃശ്ശൂര്, ചാലക്കുടി, ഈ ഈ ഇടുക്കി ഭാഗത്തു നിന്നൊക്കെയുള്ള കണ്ണിമാങ്ങകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെയൊക്കെ കണ്ണിമാങ്ങയുണ്ടോ അവിടെ നിന്നെല്ലാം ഞാനിങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കണ്ണിമാങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ്. എല്ലാവർക്കും എതിരഭിപ്രായം ഇല്ലാതെ സ്വീകരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കണ്ണിമാങ്ങ അച്ചാർ. അപ്പൊ മാക്സിമം ഞാനത് സ്റ്റോക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലായിടത്തും എവിടെയൊക്കെ മാക്സിമം എനിക്ക് കിട്ടാവോ അവിടെ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കണ്ണിമാങ്ങ കൊണ്ടുവന്നിരിക്കാം. അപ്പൊ രസമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹരമാണ്. അത്രയ്ക്കും ഭയങ്കര വല്ലാത്തൊരു ഉത്സവ ഫീലാണ് വരുന്നത്. നല്ല നാടനാണ് കേട്ടോ. ഇതിപ്പോ ആതിരപ്പള്ളി വനത്തിൽ നിന്നുണ്ട്, പിന്നെ ഈ പല മറ്റേ ഇടുക്കി ആ സൈഡ് കോതമംഗലം വനത്തിൽ നിന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഒത്തിരി പല ടൈപ്പാണ്. നാടൻ കണ്ണിമാങ്ങകളാണ്. നല്ല വാസനയുള്ള കണ്ണിമാങ്ങ. അതാണ് ഞങ്ങളുടെ കണ്ണിമാങ്ങ അച്ചാർ മേടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വാസനയുണ്ട്. അത് നല്ല നാടൻ കണ്ണിമാങ്ങയുടെ ആ വാസനയാണ്. അപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇന്നിപ്പം ഇന്ത്യൻ പോസ്റ്റ് സർവീസ് വഴി ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചു. ഇന്ത്യ പോസ്റ്റ് വഴി ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചു. സ്വദേശത്തുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇനി വീട്ടിൽ ഞങ്ങളുടെ അച്ചാർ എത്തും. ഞാഞ്ഞിബാബീസിന്റെ അച്ചാർ വീട്ടിലെത്തും. ഹോം ഡെലിവറി ആയിട്ട് എത്തിക്കുന്നതാണ്. അതിന്റെ എഗ്രിമെന്റ് ഒപ്പുവെച്ചു. ഈ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി നമുക്ക് അയക്കാൻ പറ്റും. അപ്പൊ മറ്റു കൊറിയറെ പോലെ ചിലപ്പോൾ നിങ്ങൾ കൊറിയർ ഓഫീസിൽ തന്നെ പോയി എല്ലാം ചെയ്യാം. അങ്ങനെ അപ്പൊ ഒത്തിരി ഈ സപ്പോർട്ട് ചെയ്യണം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെയുണ്ട് എന്നറിയാം. ഇപ്പൊ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരോട് ഒരേ ഒരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോക്കുമെന്ന് ഭയത്താല് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. പല കാര്യങ്ങളും മനുഷ്യർ എന്താണെന്നറിയാവോ ശ്രമിക്കാതിരിക്കുന്നത്. അയ്യോ ഞാനത് ചെയ്താൽ പരാജയപ്പെടുമോ, അത് തോറ്റുപോകുമോ, ഒരു 10 ചെയ്ത് പാളിപ്പോയതാണേ എന്നുള്ള ഭയത്തില് പലരും എക്സാം പോലും എഴുതാറില്ല, ഇന്റർവ്യൂ ട്രൈ ചെയ്യാറില്ല, ഇന്റർവ്യൂവിന് പോകാറില്ല, ബിസിനസ് ഒരു സ്റ്റാർട്ടപ്പ് പോലും തുടങ്ങാൻ ഭയം. എന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇത് തുടങ്ങണമെന്ന്, പക്ഷെ തോറ്റുപോകുമോ എന്നുള്ള ഭയം. എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ, തോറ്റാലും കുഴപ്പമില്ല, പണിയെടുക്കുക തന്നെ. തോറ്റാലും കുഴപ്പമില്ല, ശ്രമിക്കാം, അതിനൊരു അന്തസ്സുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ പൊരുതിയിട്ട്, നമ്മൾ പണിയെടുത്തിട്ട്, നമ്മൾ ശ്രമിച്ചിട്ട് അത് പാളിപ്പോയാലും, അത് തോറ്റുപോയാലും, പരാജയപ്പെട്ടാലും കുഴപ്പമില്ലെന്നേ. നമ്മൾ ശ്രമിച്ചല്ലോ. അത് കേൾക്കുമ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ടല്ലേ തോറ്റുപോയത്, അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ തോക്കുമോ എന്ന് ഭയന്നിട്ട് ട്രൈ ചെയ്യാതിരിക്കുന്നത് വിഡ്ഢികളാണ്. അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ എത്രത്തോളം നമ്മുടെ അധ്വാനം നല്ല രീതിയിൽ ചെയ്യുന്നു, ആത്മാർത്ഥതയോടുകൂടി ജെന്യുവിനായിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും തമ്പുരാൻ മാനിക്കും. ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നമ്മുടെ കടമകൾ, നമ്മുടെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് അതങ്ങ് ചെയ്തേക്കാം. അപ്പൊ ബാക്കി തമ്പുരാൻ നോക്കൂന്നേ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, മനസ്സിന് എന്തൊരു കുളിർമയാണെന്നറിയാവോ. എൻ്റെ അപ്പുറത്ത് പ്രൊഡക്ഷൻ റൂമുണ്ട്, അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട്. പക്ഷേ അവിടെ ഇപ്പൊ ഓൾറെഡി ഇന്ന് വേറെ നാരങ്ങ ഈത്തപ്പഴി രാവിലെ ഞാൻ അച്ചാറിട്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ രാവിലെ തന്നെ ഞാൻ വെളുത്തുള്ളി ഈന്തപ്പഴം അച്ചാറ് പാക്ക് ചെയ്യാനുണ്ട്, അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ നാരങ്ങ ഈത്തപ്പഴം അച്ചാറിട്ട് വെച്ചു. അപ്പൊ അതെല്ലാം ഫുള്ള് നിറഞ്ഞിരിക്കുക. അപ്പൊ ഇതിങ്ങനെ വെള്ളം ഡ്രൈ ആവണമല്ലോ. അപ്പം വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വിരിച്ചിടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട്, പ്രോഡക്റ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവന്നു ഇതിങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ രസമുണ്ട് ഇത് കാണുമ്പോൾ. എനിക്ക് തന്നെ ഒരു സന്തോഷം. വീട്ടിനകത്തോട്ട് കയറി വന്നപ്പം ഒരു പ്രത്യേക ഒരു വാസന, ഒരു ഫ്ലേവർ ഒക്കെ അച്ചാറിന്റെ ലോകമായി മാറി സത്യം പറഞ്ഞാൽ എൻ്റെ വീട്. അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഒത്തിരി സന്തോഷം. സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ നിൽക്കുന്നതിനും. കൂടുതൽ പ്രോഡക്റ്റ് വാങ്ങണം. ഇത് ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് കണ്ണിമാങ്ങ അച്ചാർ. അത് കൂടാതെ ഈ നമ്മൾ വെയിലത്തിട്ട് ഉണക്കി ഉണ്ടാക്കുന്ന ഒരു ചെനച്ചമാങ്ങയുണ്ട്, ടാങ്കി മാംഗോ ഉണ്ട്, അതും മേടിക്കണം. പുതിയൊരു ഐറ്റം ആണ്, പുതിയൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ മീനച്ചാറുണ്ട്, ബീഫ് അച്ചാറുണ്ട്, ലൈം ഡേറ്റ്സ് ഉണ്ട്, ഗാർലിക് ഡേറ്റ്സ് ഉണ്ട്, നെല്ലിക്ക ഡേറ്റ്സ് ഉണ്ട്. ഒരുപാട് പ്രോഡക്റ്റ് വരുന്നുണ്ട്. നാളെ വേറൊരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ, എന്താണ് ഈ പ്രോഡക്റ്റ് എന്ന്. എല്ലാം മുൻകൂട്ടി ഞാൻ പറയുന്നില്ല, സസ്പെൻസ് ഞാൻ പൊളിക്കുന്നില്ല. ആ സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒരു ഷെയറിൽ ചിലപ്പോൾ എനിക്ക് ഒരു ബൾക്കായിട്ട് ഓർഡറൊക്കെ പോകും കേട്ടോ. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വിഷമിക്കൊന്നും വേണ്ട.
ചെറുതായിട്ട് ഇപ്പൊ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി ഒത്തിരി പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടേ. ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ട് തുണി വിറ്റുപോയില്ല, ഒത്തിരി എനിക്ക് കെട്ടിക്കിടക്കാണ്, ചേച്ചിക്ക് വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചു, പക്ഷെ എനിക്ക് വിൽക്കാൻ പറ്റിയില്ല, എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര്. വിഷമിക്കൊന്നും വേണ്ട, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പൊ നിങ്ങളത് വിറ്റുപോയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കമ്പനി മുടിക്കെട്ടാനോ അല്ല എങ്കിൽ അയ്യോ ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അത് നടക്കും. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യൂ. ഒറ്റ ട്രയൽ അല്ലെങ്കിൽ 2 ട്രയൽ 3 ട്രയൽ നിർത്തണ്ട, വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. ഒരു കുഞ്ഞു കഥ കേട്ടിട്ടില്ലേ, എല്ലാരും കേട്ടതാ, അത് അജിത്ത് ഒരു സിനിമയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അജിത്തിനോട് രഘുവരൻ പറയുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ്, നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു നാട്ടില് ഒരു 5-6 ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അവര് കേട്ട് അങ്ങ് ദൂരെ ഏതോ ഒരു വനത്തില് ഒരു നിധിയുണ്ട്, കുഴിച്ചെടുത്താൽ ഒരുപാട് നിധി കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ട് നിധി കുഴിക്കാൻ വേണ്ടി പോവാ. അവര് ദൂരെ നടന്ന് നിധിയുടെ ഒരു ശേഖരം കണ്ടെത്തി, അതായത് നിധി ഇവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തി ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കാം. കുറെ കുഴിച്ചു, 5 അടി 6 അടി 7 അടി കുറെ കുഴിച്ചിട്ടും നിധിയൊന്നും കാണുന്നില്ല. അപ്പൊ ആ കൂട്ടുകാരന്മാര് പരസ്പരം പറയാൻ തുടങ്ങി, അയ്യോ അതെ ഇവിടെ നിധിയൊന്നും ഇല്ല, ചുമ്മാ മനുഷ്യര് പറയുന്നതാ, നമ്മളെ ഫൂളാക്കാൻ പറയുന്നതാ, നമുക്കത് കളഞ്ഞിട്ട് പോകാം, വെറുതെ അധ്വാനം, ഒരു 1-2 ആഴ്ചത്തെ അധ്വാനം, പട്ടിണി കിടക്കുകയും കഷ്ടപ്പാടും വെയിലും ഒക്കെ കൊണ്ട് മടുത്തു, നമുക്കിനി തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അവരൊരു 10-12 അടി കുഴിച്ചത് അങ്ങനെ തന്നെ ഇട്ടിട്ട് അവര് തിരിച്ചുപോയപ്പം അതുവഴി കുറെ നാൾ കഴിഞ്ഞപ്പോ വേറൊരു മനുഷ്യൻ വന്നു നോക്കിയപ്പോ വലിയൊരു കുഴി കിടക്കുന്നു. അപ്പൊ നാട്ടുകാരോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു വലിയൊരു കുഴി? അപ്പം ആ നാട്ടുകാർ പറയാണേ, കുറെ മണ്ടന്മാർ ഇവിടെ വന്നിട്ട് പറയും ഇവിടെ നിധി ഉണ്ടെന്നും പറഞ്ഞ് അങ്ങ് കുഴിച്ചിട്ട് നിധി കാണാതായിപ്പോ അവർ ഇട്ടേച്ചു പോയതാ എന്നിങ്ങനെ പറഞ്ഞു. ആഹാ അങ്ങനെയാണോ എന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാവോ, നിധി ഉണ്ടെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഇല്ലാതിരിക്കുമോ എന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ ആ വലിയ കുഴിയിൽ വീണ്ടും ഒരു 2 കോലും കൂടെ കുഴിച്ചു. 2 കോലും കൂടെ കുഴിച്ചപ്പോഴേക്കും നിധി കണ്ടെത്തി. ആദ്യം നിധി ഉണ്ടെന്ന് പറഞ്ഞവര് 10-12 അടിയെ കുഴിച്ചിട്ടുള്ളൂ, നിധി ഇല്ലാന്ന് പറഞ്ഞവർ ഇറങ്ങിപ്പോയി. പക്ഷെ രണ്ടാമത് വന്ന ആ ഒരു മനുഷ്യൻ 2 കോല് കുഴിച്ചപ്പോഴേക്കും നിധി കണ്ടെത്തി. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നിധി നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒരു 1-2 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിട്ട് തോറ്റുപോയി എന്നും പറഞ്ഞിട്ട് നമ്മൾ വിഡ്രോ ചെയ്യല്ലേ, നമ്മൾ ഗിവ് അപ്പ് ചെയ്യല്ലേ, നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നിധി നമ്മുടെ കയ്യിൽ തന്നെ വരും. അതല്ല എങ്കിൽ ഈസി ആയിട്ട് മറ്റൊരാള് ഒറ്റ കുഴിക്ക് തന്നെ 1 കോല് കുഴിക്ക് തോണ്ടൽ തന്നെ അവർക്ക് നിധി കിട്ടും. നമ്മൾ പണിത് വെച്ച, നമ്മൾ ശ്രമിച്ചു വെച്ചതിന്റെ ബാക്കിയായിട്ടായിരിക്കും മറ്റൊരാൾക്ക് ഈസി ആയിട്ട് നിധി കണ്ടെത്താൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുക, ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുക, തമ്പുരാൻ കൂടി ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം മേടിക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്.